സീൻ 1, സീൻ 2, സീൻ 3. എന്താണ് സാറേ? ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഒന്നും എഴുതിയിട്ടില്ലെന്ന്. അതെ, ഇരുന്നിട്ടേ ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ സീൻ കാണാത്തതുകൊണ്ട് ഒന്നും അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല. സീൻ കാണാത്തതുകൊണ്ടേ ഒന്നും എഴുതാൻ പറ്റണല്ലോ. എനിക്ക് സീൻ കാണാത്തതുകൊണ്ട് ഒന്നും എഴുതാൻ പറ്റണല്ലോ. ഒന്നും മനസ്സിലാക്കാണ്ട് വരുന്നില്ല. ഒന്നും ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഇവിടെ ഒരു കുളിക്കടവുണ്ട്. അവിടെ പോയി നല്ല സീൻ കാണാൻ പറ്റുമോ? വാ. കുളിക്കടവില്ല? എടാ, ഞാൻ അറിയപ്പെടുന്ന സീരിയൽ എഴുത്തുകാരനാ കൽപ്പറ്റ കലാധരൻ. മനസ്സിലായി. കലാധരൻ കൽപ്പറ്റ എന്ന് പറഞ്ഞാൽ 4 പേര് അറിയണോ? എനിക്ക് കുളിക്കടവിൽ പോയിട്ട് എഴുതേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായോ നിനക്ക്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ലോഡ്ജിലെ പണിക്കാരനാണ്, സാറിന്റെ എഴുത്തുകാരനല്ല. മനസ്സിലായോ? അല്ല, എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിക്കണം. ഞാൻ എപ്പോഴും പറയാറില്ല നീ എഴുതണം. എനിക്ക് 2 അടിച്ചില്ല കൈവറൊക്കെ ഇത് പിടിച്ച്. 2 മാസമായിട്ട് എന്നെ കൊണ്ട് നീ എഴുതിച്ചോണ്ടിരിക്കണം. നീ എഴുത്, നിനക്ക് നായകനായിട്ട് അഭിനയിക്കണം. അത് വേണം. അന്ന് എഴുത്. ഞാൻ പറയാൻ ഡയലോഗ് എഴുത്. അതായത്, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട്. കാ കഴിഞ്ഞിട്ട് വള്ളി ഇടണം. വേണ്ട, വള്ളി കെളുത്ത് വന്നോളൂ. എടാ, വള്ളി ഇടണം. വള്ളി ഇട്ട് ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട്. എവിടെ? ഒയ്യോ, ഇരുട്ടിനെ കീറി മുറിച്ചുണ്ടെന്നല്ല, മുറിച്ചുണ്ട് മൂക്കും കാതൊന്നും അല്ല. എടാ, കീറി മുറിച്ചുണ്ട്. കീറി മുറിച്ചുകൊണ്ട്. കീറി മുറിച്ചുകൊണ്ട്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു റേഞ്ച് റോവർ അവിടെ വന്ന് നിന്നു. ഒരു റേഞ്ച് റോവർ അവിടെ വന്ന് നിന്നു. അത് ഇച്ചിരി ഓവറല്ലേ? എന്ത് ഈ റേഞ്ച് റോവർ? അതെന്താ സാധനം? എന്താ? എടാ, ഒരു കാർ റേഞ്ച് റോവറിലാണ് എന്റെ നായകൻ. പിന്നെ അത് എഴുതണം. ഒരു കാറ് വന്ന് നിന്നു എഴുതിയാ പോരെ? പറ്റില്ല, സ്ക്രിപ്റ്റിൽ കറക്റ്റ് ആയിട്ടുണ്ടാകണം. റേഞ്ച് റോവർ അവിടെ വന്ന് എഴുത്. എഴുതിക്കോ. എനിക്ക് എഴുതാറിയാൻ പാടില്ല. എഴുതിക്കോ. കാറൊന്ന് എഴുതിക്കോ. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല 2 അടിച്ചിലേക്ക് കൈവറക്കോ, അതാ കുഴപ്പം. ഒരു എഴുത്തുകാരനെ എഴുതാൻ അറിയാം. ചിരിക്കല്ലേ, കൂടുതൽ ചിരിക്കല്ലേ. എടാ, ഈ സീരിയൽ കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യണം. മമ്മൂക്കിനെ വെച്ച് പടം ചെയ്യാൻ വേണ്ടി പോണോ? സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഏത് സിനിമയാണ്? ലിറ്റിൽ മോൻ എന്നാണ് ടൈറ്റില്. പടത്തിന്റെ പേര് ലിറ്റിൽ മോൻ. അതെ. അതെന്താ സംഭവം? മമ്മൂട്ടിക്ക് 4 ചേട്ടന്മാരുണ്ട്. ആ 4 പേരെ ഞാൻ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് മമ്മൂട്ടിയുടെ ചേട്ടന്മാരാ? മൂത്ത ചേട്ടൻ ദുൽഖർ സൽമാൻ, 2ാമത്തെ ചേട്ടൻ ചാക്കോച്ചൻ, 3ാമത്തെ ചേട്ടൻ പിന്നെ പകുതി ഫാസിലാ? ഫാസിൽ സാറിന്റെ മോൻ ഫഹദ് ഫാസിൽ. അതെ. 4ാമത്തെ ചേട്ടൻ നമ്മുടെ ആസിഫ് അലി. അങ്ങനെ 4 പേരുണ്ട്. അപ്പൊ മമ്മൂട്ടിക്ക് നായികയില്ലേ? നായിക അന്നേരം +1 പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ കറക്റ്റ് ചെയ്യാവുന്ന. മമ്മൂക്കടുത്ത് കഥയൊക്കെ പറഞ്ഞു. മമ്മൂക്കടുത്ത് ഞാൻ ഇന്നലെ കൂടെ ഫോൺ ചെയ്തേ ഉള്ളൂ. സംഭവം ബ്ലോക്ക് ചെയ്തു. ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. ഡേറ്റ് അല്ല, എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിളിക്കല്ലേ, നീ എഴുത്. ബാക്കി എഴുത്. ഇങ്ങോട്ട് ബാക്കി എഴുത്. ഇതെന്താണ് ഉദ്ദേശം? എന്താണ്? 3 മാസമായി. നിനക്കാ? എനിക്കല്ല. സാർ ഈ ലോഡ്ജിൽ വന്നിട്ട് 3 മാസമായി. സാർ വന്നപ്പോ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ്, സീരിയലിന്റെ ഡയറക്ടറാണ്, അഭിനയിക്കാൻ എനിക്ക് വേഷം തരാന്ന്. അതെ, ഈ കലാധരൻ കൽപ്പറ്റ ഒരു വാക്ക് പറഞ്ഞാൽ അത് തന്നിരിക്കും. അവർ ഒറ്റ കാരണം കൊണ്ട് വാടക പോലും മേടിക്കാണ്ട് ഞാൻ നിങ്ങളോട് താമസിപ്പിച്ചു. എന്റെ സീരിയൽ നിന്നെ നായകനാക്കണില്ലേ? നായകനാക്കിയാ പോരാ. ഇന്നലെ ഓണർ വിളിച്ചിട്ട് പറയാണ് 3 മാസത്തെ വാടകയും മേടിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞുവിടാൻ. എന്നെ പറഞ്ഞുവിടാൻ വിളിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഓണറുടെ വാക്കായിട്ട് എന്നെ പറഞ്ഞു വിട്ടാൽ എന്റെ മുരുകനെ ഞാൻ എന്ത് ചെയ്യും? മുരുകനല്ല കാട്ടിലുങ്ങളാ. എടാ, എന്റെ മുരുകൻ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ടുകൊണ്ട് ഞാൻ എഴുതിയ കഥാപാത്രമാണ്. 2 മാസം മുമ്പ് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതുവരെ എനിക്ക് വേഷം പോലും തന്നിട്ടില്ല. എന്റെ ഇട്ടമൊട്ട പൊട്ടി എന്ന പുതിയ സീരിയലിൽ നീയാണ് മുരുകൻ. അത് 8 നില പൊട്ടുന്ന കാര്യം ഉറപ്പല്ലേ? ഇല്ല, ഒന്നും മിണ്ടായി. ഞാനെന്ന് എഴുതിക്കോട്ടെ. സ്വസ്ഥത സമാധാനവും തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിക്കവിടെ. എന്ത് ധൈര്യം കൊണ്ടാണ് ഇവളെ കൊണ്ട് നീ എന്റെ മുന്നിലേക്ക് കടന്നു വന്നത്? അല്ല, ഇതെന്റെ ഭാര്യയാണ്. അതിനു മുമ്പ് എന്റെ കാമുകിയായിരുന്നു. അത് തന്നെയുമല്ല, 5 മാസം അവൾ ഗർഭിണിയാണ്. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ഈ ദുഷ്ട എത്ര നാളായിട്ട് എന്നെ വഞ്ചിക്കുന്ന സത്യം പറ. സാറിന് മനസ്സിലായില്ലേ നിങ്ങക്ക്? അത് ശരി. അപ്പൊ 3 പേരും ഇവിടെ അറിഞ്ഞോണ്ടുള്ള കളിയാണ്. അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഇടാ, അത് പുള്ളി പറഞ്ഞു കേട്ടില്ലേ? എന്റെ ഭാര്യയുടെ മുന്നത്തെ കാമുകനാണ് 5 മാസം ഗർഭിണിയായിരുന്നു. അതല്ല, എന്നെ മനസ്സിലായില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാൻ സീരിയലിന്റെ ആളാ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ഭാര്യ കാമുകെന്നൊക്കെ പറഞ്ഞ ഞാൻ ആപ്പടെ അങ്കോഷായി പോയി. എന്നെ അടിയാ സാറേ അടിച്ചു. ആളെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. നമ്മള് കുട്ടിക്കാലത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോയപ്പോ നമ്മളിങ്ങനെ കയറ്റം കയറി മേലോട്ട് പോകും. ഞാൻ പറയതേ മധുരയിലൊക്കെ നല്ല സീരിയൽ ബൾബ് കെട്ടിയിട്ടിരിക്കുന്ന അടിപൊളി. ഞാൻ പറഞ്ഞു അത് കെട്ടിയ മനുഷ്യനാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഈ മിർച്ചി എന്ന് പറഞ്ഞ പുതിയൊരു ലൈറ്റ് കൊടുക്കുന്നതാണ്. അയ്യോ, ആ സീരിയൽ അല്ല, പരമ്പരയില്ലേ സീരിയൽ വരുന്ന. അത് ഞാൻ കാണുന്നത്. പക്ഷേ എന്റെ മുത്തശ്ശി കാണും.
മുത്തശ്ശിയോട് എന്റെ അന്വേഷണം പറയാം. ആ മുത്തശ്ശി മരിച്ചിട്ട് ഇപ്പൊ 8 വർഷമാവുന്നു. അടുത്ത മാസം ആണ്ടാണ്. ഇയാൾ ഈ സ്വഭാവമാണെങ്കിൽ അങ്ങ് പെട്ടെന്ന് ചെല്ലും. അല്ല സാറിപ്പോ എന്താ അല്ലെ എനിക്കൊരു റൂം വേണമായിരുന്നു ഇവിടെ. റൂമില്ല. അയ്യോ അങ്ങനെ പറയരുത്, അത്യാവശ്യം റൂം വേണം. അല്ല എല്ലാ റൂമും ഫില്ലാണ് ഇപ്പൊ. റൂമില്ല. ഒരുപാട് സ്ഥലത്ത് തിരക്കി റൂം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് രാത്രി ഒന്ന് തങ്ങുന്നു, രാവിലെ ഫ്രഷ് ആവുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അത് സാറേ വേറെ ഒന്നുമല്ല. രേഖയുണ്ടോ? രേഖ വിളിച്ചാ വന്നേനെ. കല്യാണം കഴിഞ്ഞ് വലിയ ടൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ്. ആര്? ഇവിടെ ഭാര്യയുടെ അനിയത്തി രേഖ. അയ്യോ അതല്ല, സാറ് കല്യാണം കഴിച്ചാന്ന് രേഖ വല്ലതും ഉണ്ടോ? അല്ല കല്യാണം കഴിച്ചത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടു നടക്കും. ഇപ്പൊ അവളെന്റെ ഭാര്യയാണ്. ഇപ്പൊ എന്താ ആരെ ബോധിപ്പിക്കാൻ? അവൾ എന്റെ ഭാര്യയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേരളത്തിലെ എത്ര ഹോട്ടലുകളിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് താൻ എന്നെ തന്നെ ഒരുമാതിരി തോന്നിയെന്ന് പറഞ്ഞാൽ അടിക്കാൻ കറഞ്ഞാൽ ഒരു ഭാര്യയാണോ ഇതിന്? അപ്പൊ ആരെ സർട്ടിഫിക്കറ്റ് വേണ്ട? പിന്നല്ല റൂമുണ്ടോ? റൂമില്ല. ഞാൻ പറഞ്ഞു റൂമില്ല ഇവിടെ. അല്ലത് കുഴപ്പമില്ല. കാരണം എനിക്ക് ഈ ബിസിനസ് സിംഗലൊക്കെ വിട്ടെറിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഇപ്പൊ ദുബായിൽ നിന്ന് വന്നേ ഉള്ളൂ. ജസ്റ്റ് 2 ആഴ്ചയായുള്ളൂ. ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അപ്പോൾ ഈ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹം, കാരണം ഈ ലോക്കൽ ലോഡ്ജിൽ താമസിച്ച് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ലോക്കൽസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കോടീശ്വരനായത് എനിക്ക് അത് അറിയാൻ ഒരു ആഗ്രഹം. അങ്ങനെ വന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ്. അല്ല ഞാൻ നിങ്ങളെ കൂടെ ഉദ്ദേശിച്ചാണ്. ഈ ലോഡ്ജിലെ റെയ്ഡ് ഉണ്ടാവും? അത് നിനക്കെങ്ങനെ അറിയാം? അല്ല ഞാൻ ഈ പത്രമൊക്കെ വായിക്കാറുണ്ടല്ലോ. അത് ശരി, പത്രം വായിച്ചുള്ള അറിവാണല്ലേ. കല്യാണം കഴിച്ചതല്ല, തലയിലായതല്ലേ. എങ്ങനെ മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി. പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ. അതുകൊണ്ട് എങ്ങനെയാലും ഒരു റൂം തന്നാ പറ്റും. ദുബായിൽ എന്തായിരുന്നു ബിസിനസ് എന്തായിരുന്നു? അയ്യോ ദുബായിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു കോക്കനട്ട് ഡീലറല്ലേ. എന്റെ ദൈവം, ഇത് എന്തൊരു നുണയായിട്ട് പറയുന്നേ. ചേട്ടനെ ബോംബെയിൽ കരിക്കിന്റെ കച്ചവടമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആവശ്യമില്ല. അവക്കറിയില്ലല്ലോ ബോംബെ ഏതാ ഗൾഫ് ഏതാ കരിക്ക് ഏതാ നമുക്കറിയാമോ. നിത്യാമേനോൻ നിന്റെ തമാശ ഇത്തിരി കൂടുന്നു. നിത്യാമേനോനാ? എന്റെ പൊന്നിയേട്ടാ, എന്റെ പേര് പങ്കജാക്ഷി. നിനക്ക് എന്തിന്റെ കാര്യം പറ്റായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യം സത്യം പറയുന്ന ലോക്കൽ ഫാമിലിയാണ്. ഞാൻ ഒരു കുട്ടിക്ക് ജീവിതമായിട്ട് ഓർത്ത് കല്യാണം കഴിച്ചത്. സാറിന്റെ പേര്? എന്റെ ഇച്ചിരി വെറൈറ്റി പേരാണ്. ദേവൻ. ദേവരാജൻ. ദേവരാജ പ്രതാപ വർമ്മ. പക്ഷേ സുഹൃത്തുക്കൾ എന്നെ സ്നേഹം കൂടുമ്പോൾ ദേവ്ജി എന്ന് വിളിക്കും. വെരി ഗുഡ്. എന്റെ ദൈവം, ഇത് എന്തൊരു നുണയായിട്ട് പറയുന്നേ. ചേട്ടനെ നാട്ടുകാർ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? പങ്കം മേസരി. അങ്ങനല്ലെന്ന് എന്റെ കറക്റ്റ് ദേവൻ എന്നാണ് പേര്. ഏത് സംഭവം എന്നറിയാമോ? ഇവക്കൊരു അസുഖമുണ്ട്. എന്താ അസ്ഥിമേശ്വരി. എന്നാ മേശരി? അസ്ഥിമേശ്വരി എന്ന് വെച്ചാ ഈ ഓർമ്മയില്ലാതാവുന്ന. അയ്യോ അത് അൽസിമേഷ്യം. അത് തന്നെ. എന്റെ പേരൊക്കെ മറന്നു പോകുന്നതുകൊണ്ടാ. അല്ലാതെ വേറൊന്നുമില്ല. എങ്ങനെയാലും ഒരു റൂം ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല റൂം ഇല്ലാത്തോണ്ടാണ് സുഹൃത്ത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും റൂം ഒഴിഞ്ഞു കിടക്കല്ല, അത് കൊടുക്ക്. പൈസ എത്ര വേണേ തരാം, വിഷയമില്ല. ആവശ്യത്തിന് എന്റെ കാശുണ്ട്, ഇഷ്ടം പോലെ കാശുണ്ട്. ഏത് റൂം കൊടുക്കാൻ പറഞ്ഞു? ആ റൂം കൊടുക്ക്. ആ റൂം കൊടുക്കാൻ പറ്റില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല, നീ കൊടുക്ക. അയാൾ വന്നേ. അയാള് ഒരു കാശുകാരനാ, ദുബായിക്കാരനാന്നല്ല പറഞ്ഞു. ഞാൻ എഴുതുന്ന സീരിയലിൽ അയാൾ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് നായകനാകാം. നീ റൂം ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് എന്നാൽ ആ റൂം കൊടുക്കാൻ കൊടുക്ക്, കുഴപ്പമൊന്നുമില്ല. സാറിന്റെ ഒറ്റ ഉറപ്പുണ്ട് ഞാൻ റൂം കൊടുക്കടാ. റൂം വരും സാറേ, എന്റെ സീരിയൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ആലോചിക്കാം. ഞാൻ ഒന്ന് ടയർഡാണ്. ഞാൻ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണേ. ഫോൺ ഫില്ല് ചെയ്യാൻ ഞാൻ റീചാർജ് കൂപ്പണം. ഫോണല്ല ഈ ഫോം ഒന്ന് പേരെഴുതി അഡ്രസ് എഴുതണോ? ഫുള്ളെല്ലാം എഴുതണം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് മലയാളത്തിൽ എഴുതണോ, ഇംഗ്ലീഷിൽ എഴുതണോ, ഹിന്ദിയിൽ എഴുതണോ, അതോ അറബിക്ക് വേണോ? മലയാളത്തിൽ എഴുതിക്കോ. ഞാൻ ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷിൽ എഴുതണോ അതോ ഹിന്ദിയിൽ എഴുതണോ, അറബിക്ക് വേണോ, ഏതാണ് വേണ്ടത്? ഇംഗ്ലീഷിൽ എഴുതുന്ന. മലയാളത്തിൽ എഴുതിയാ പോരെ? മലയാളത്തിൽ എഴുതാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് എഴുതൂ. അല്ല ഒന്ന് എഴുതൂ. നിങ്ങളൊരു കഥാകാരനല്ലേ, ഒന്ന് കയ്യശം അങ്ങനെ ഒന്നും അറിയാലോ. ഞാൻ പറഞ്ഞുതരാം. പേര് പറയൂ സാർ. ദേവൻ. ദേവൻ വീട്ടുപേര് പറ. അല്ല തീർന്നിട്ടില്ല. ദേവരാജൻ. ദേവരാജൻ വീട്ടുപേര് പറ. അല്ല തീർന്നിട്ടില്ല. ദേവരാജ പ്രതാപ വർമ്മ. ശരി, പ്രതാപ വർമ്മ വീട്ടുപേര് പറ. വീട്ടുപേരില്ല, സൈഡിലെ ദേവ്ജി സുഹൃത്തുക്കൾ വിളിക്കും. ദേവ്ജി. ഒരു കാര്യം ചെയ്യാം, ഒപ്പിടണ്ടേ? ഒപ്പിട് സാർ. ഒപ്പിടണോ? അല്ല അത് നിങ്ങൾക്ക് ഇടാവുന്ന കേസേ ഉള്ളൂ. അല്ല സാറിന്റെ ഒപ്പാണ് വേണ്ടത്. ഷൂ എന്നാണ് ഇട്ടാ മതി. ഒഫീഷ്യൽ ഒപ്പ്. ഓഫീസിലൊപ്പോ? ഓഫീസിലൊപ്പിടാ. സിഗ്നേച്ചർ അവിടെ. ഓക്കെ. ഇതന്നെ അച്ചപ്പം വരച്ച് വെച്ചേക്കണം. അത് അപ്പച്ചന്റെ ഒപ്പാണ് ഈ അച്ചപ്പം. ഞങ്ങൾ അച്ചപ്പ കച്ചവടക്കാരാണ് ഫാമിലി ആയിട്ട്. അപ്പൊ ഇതാണ് അച്ചപ്പം. ഓക്കെ സാറേ. അപ്പൊ ഓക്കെ, നമുക്ക് കാണാം, തീർച്ചയായിട്ടും സംസാരിക്കാം. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇനി ഉറക്കത്തിൽ എഴുതുന്നോണ്ട രാത്രി. ഓക്കെ സാറേ. ദൈവമേ, ആ സാറിനെ ആ ഭാര്യനെയും കാത്തോളണേ. എന്നാ നീ എന്തിനാ ദൈവത്തിനൊക്കെ വിളിക്കണത്? നിങ്ങൾ ഒഴിഞ്ഞു കിടന്ന മുറിയല്ലേ ഞാൻ കൊടുപ്പിച്ചത്? പിന്നെ എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് റൂമിലേക്ക് അവർ പറഞ്ഞിട്ട്? എന്താ കുഴപ്പം? എന്താ സാറിന് ഈ റൂമിന്റെ കഥകൾ അറിയാൻ പാടില്ലാത്തോണ്ടാണ്. എന്ത് കഥ? അതായത് സാറില്ല 5 മാസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നൊരു പെൺകൊച്ചുണ്ടായിരുന്നു, കാഞ്ചന. അവൾ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പൂക്കച്ചവടമായിരുന്നു. ചെയ്തോട്ടെ. അപ്പൊ അവൾ ഇവിടെ സ്ഥിരമായിട്ട് ആ റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്തോ കാരണം കൊണ്ട് ആ പെണ്ണ് ആ റൂമിനകത്ത് ഫാനില് കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു.
അതിനുശേഷം ഒരാള് പോലും ഒരു രാത്രി മനസ്സമാധാനത്തോടെ ആ റൂമിൽ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ റൂം തുറന്നു. സാറേ, രാത്രി കാലങ്ങളിൽ പട്ടിയുടെ ഓരിടലും പാദസരത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ സാറ് പേടിക്കരുത്. ഇല്ല ഈശ്വരാ, അവരുടെ നഖമെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. എന്തിനാ ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കാനാണോ? ഇതെല്ലാം തീരും. സാറിന്റെ ഒറ്റ എനിക്കറിയാൻ പാടില്ല. എടാ, നീ ദൂരെ എന്നോട് പറയായിരുന്നു ഞാൻ ഒറ്റക്ക് ആ മുറി കിടന്നതല്ലേ. നീ എന്നോട് പറയേണ്ട കാര്യമുണ്ട്. ഇനി ഞാനെങ്കിലും അവിടെ കിടക്കും. എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ എന്ത് കാണിക്കാൻ പോയി? ഞാൻ കിടന്നുറങ്ങാൻ പോണേ. ഞാനും കൂടി കിടക്കാൻ നിന്റെ കൂടെ. എങ്ങോട്ട്? ഒരു ധൈര്യത്തിന്. എന്റെ കൂടെ ആരും വരണ്ട, അതേ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എടാ, എന്തിനാണ് ഞാനും കൂടി കിടക്കാന്ന്? ദേ, എന്തെങ്കിലും ശബ്ദം കേട്ട എന്നെ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നെ വിളിക്കൂല. എന്നെ വിളിക്കരുത്. കിടന്നേ കിടന്നേ കിടന്നേ. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ. പോർന്നു, ഞാൻ പറ്റില്ല. എനിക്ക് വാത്സല്യം വേണം. ഒരു വാത്സല്യമില്ല. എനിക്ക് വാത്സല്യം വേണം. ഒന്നുമില്ല. എന്തിനാണ് നീ ഒന്നും മിണ്ടായിരുന്നേ? നിങ്ങൾ നിർത്തിക്ക പ്രോമിറ്റിംഗ് ഡ്രാമ കളിക്കാതെ എന്താ നോക്കി. ചേട്ടൻ എന്ത് പറ്റി? പൂ വേണമാ പൂ, തെച്ചിപ്പൂ, മഞ്ചിപ്പൂ, ഇഞ്ചാരപ്പൂ, പൂ വേണമാ പൂ. അണ്ണാ പൂ വേണമാ? എതുക്ക് പൂ? பூ தலை சூடுறதுக்கு பூ வேணுமா? வேண்டாம். அடி ராசா, கார்த்திகை நீ கண்ணே, நீ எப்படி இருக்க? சுகா இருக்கா? பூ வேணுமா? வேண்டாம். பூ வேணுமா? വേണ്ട. പിച്ചി പൂ, ചമന്തി പൂ, മല്ലിപ്പൂ, പൂ വേണമാകോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല അയാളുടെ നേരത്ത് മാതകരുന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, എടോ, എന്റെ ചേട്ടൻ എന്തുവാണ് കാണുന്നേ? അതിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇത്രയും വലിയ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോഡ്ജിൽ നിൽക്കാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? എന്റെ പരിചയത്തിൽ ഒരു മന്ത്രവാദി ഉണ്ട്, ഞാൻ വിളിക്കാം. മന്ത്രവാദിയോ? ഏതാണ് മന്ത്രവാദി? ഞാൻ എടുത്തോളാം. അയ്യോ, അയാളെ മന്ത്രവാദിനെ വിളിച്ചാൽ വരുമോന്നറിയാൻ പാടില്ല. അയാൾ ഈ ചുട്ട കോഴിനെ കമ്പിയിലിട്ട് കറക്കണ ആളാ. എന്നാ വിളിക്ക്. പക്ഷെ അയാളിപ്പോ സീസൺ അല്ലാത്തതുകൊണ്ടേ ഏതോ ഹോട്ടലിൽ ഗ്രിൽഡ് ചിക്കന്റെ വർക്കുമായിട്ട് നിൽക്കുകയാണ്. ഒന്ന് വിളിച്ചു വരുത്ത അയാളെ. എന്റെ ദൈവമേ. ഹലോ, ആ പാതാളം, ഞാൻ ആ കലാതരം കൽപ്പറ്റ. ആ വിഷയമുണ്ട്. അതായത് ഞാൻ താമസിക്കണ ആ ലോഡ്ജ് ഉണ്ടല്ലോ, ആ സുനിത ലോഡ്ജ്, അവിടെ ഒരു തമിഴത്തി മരിച്ചിട്ട് ഇപ്പൊ ഒരു സാറ് വന്നു. പുള്ളി പേടിച്ചാണെന്ന് തോന്നുന്നു. പുള്ളി ആ പാവാട ബ്ലൗസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കണം. ഒന്ന് വരാം. അല്ല, ഹോട്ടലിൽ പണി നിർത്തിട്ട് വാ. അതല്ല കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ വരും. പുള്ളി ഇപ്പൊ വരും. പേടിക്കാനൊന്നുമില്ല കേട്ടോ. വാ, നമുക്കൊന്ന് നോക്കാം വല്ല കുഴപ്പമുണ്ടോ ആവോ. ആരാ? കാഞ്ചന. അയ്യോ, പൂ വേണമാ? വേണ്ട. പിന്നെ എന്നെ വേണം? വേണ്ടൊന്നും വേണ്ട. പൂ വേണമാ? അയ്യേ, പൂ വേണമാ? പൂ വേണമാ? പൂ ആണോ ഇനി? എവിടെയോ നല്ല മന്ത്രവാദി. മന്ത്രവാദി വരും. താം തരകട ധീം തരകട തോം തരകട നം തരകട. ആ വന്നു. ഇതാണ് പാതാളം. തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട. ഞാൻ ചുട്ടുകോഴിയെ പറപ്പിക്കുന്ന പാതാളം ഭൈരവൻ. ഒരു കാറ്റടിച്ചാ പറന്നു പോലെ പിടിച്ചു നില്ല. അല്ല, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? വിളിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദാതയെ ഒഴിപ്പിക്കണം. അല്ല, ബാധ, ഒരു പ്രേതം, ഒരു തമിഴത്തി മരിച്ച അത് ആ റൂമിലുണ്ട്. ഇവരുടെ എന്റെ ഹസ്ബൻഡ് കെട്ടിയവനാ കൂടിയേക്കുന്നേ. ഏതാ ബാധ? തേരി ബാധ. ഹിന്ദി പറയാനല്ല പറഞ്ഞത്. ഹിന്ദിയല്ലേ? ഏതാ ബാധയെന്ന്? ബാധ അകത്ത് റൂമിലുണ്ടായിരുന്നു, ഒഴിപ്പിച്ചു തരണം. ഒഴിപ്പിച്ചു തരണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കുട്ടി പെട്ടെന്ന് പേടിക്കണ്ട, വിഷമിക്കൊന്നും വേണ്ട. എന്റെ കെട്ടിയവനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തന്നെ തിരിച്ചു തരാം. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അകത്ത് പോയി ഞാൻ ബാധയെ ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തി ബാധ ഒഴിപ്പിച്ചങ്ങ് വിടാം. ആയിക്കോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അകത്തോട്ട് പോവുക. മന്ത്രവാദിയല്ലേ? ഒരു കാര്യമുണ്ട്, അതിനകത്ത് തമിഴത്തി പെണ്ണിന്റെ പ്രേതമാണ്. സൂക്ഷിക്കണം. ചുട്ടുകോഴിയെ പറപ്പിച്ച പാതാള ഭൈരവനു ഒന്നിനെയും പേടിയില്ല. പ്രേതായാലും ഭൂതായാലും ഒന്നിനെയും പേടിയില്ല. ചെന്നാട്ടെ. പേപ്പട്ടി കടിച്ചിട്ടുണ്ടോ ഉള്ളിനെ? കുഴപ്പമില്ല, ഇനി സമാധാനമായിട്ട് നിൽക്കാം. അദ്ദേഹം പോയിട്ടുണ്ട്, ക്ലിയർ. ആള് കൊള്ളാവോ? എന്നാൽ നീ വലിയ ചതിയാ കാണിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു സാധനം ആൾക്കുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആരാ നീ? കാഞ്ചന. കാഞ്ചന. എന്തിനു വന്നു? കൊല്ലത്തേക്ക്. കൊല്ലത്ത് പോകാൻ വന്നത്. പിന്നെന്തിനാ ഇവിടെ വന്നത്? കൊല്ലത്ത് പോകാനല്ല, കൊല്ലാൻ വന്നാന്ന് പറഞ്ഞു. ഒന്ന് ചോയിര് മന്ത്രവാദി. ആരെ കൊല്ലാൻ? ഉന്നെ കൊല്ലാൻ. പിന്നെ നീ ഞൊട്ടും. പാതാളം ഭൈരവനെ, നീ ചുട്ടുകോഴി പാതാളം ഭൈരവനെ നീ കൊല്ലാൻ പോകുന്നത്? ഒന്ന് ഒഴിപ്പിക്ക്, ബാധ ഒഴിപ്പിക്ക്. കൊല്ലത്തേക്ക്. കൊല്ലത്തേക്ക്. പൂ വേണമാ? എനിക്ക് പൂവൊന്നും വേണ്ട. എടുക്കൂടെ?
ഒഴിഞ്ഞു പോ. ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ. ஒழிஞ்சு போக மாட்டேனே, நீ என்ன பண்ணுவே? அப்பா கிட்ட சொல்லுவே. அப்பா கிட்ட சொல்லிக்கோ, என்னால ஒழிஞ்சு போக மாட்டேனே, நீ என்ன பண்ணுவே? നീ പോകത്തില്ലെന്നാ പറയുന്നത്. എങ്കിലും അടിച്ചു പറഞ്ഞു വിടാ ഇതിനെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്. ഒരു ചൂരൽ പ്രയോഗം അങ്ങോട്ട് ചെയ്യാം. ആയിക്കോട്ടെ. ഈ ശരീരം വിട്ടു പോ. അയ്യോ 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 ആരെങ്കിലും ഒന്ന് രക്ഷിക്കണോ. അയ്യോ അയ്യോ ഒന്ന് ഒഴിപ്പിക്കുന്നത് വല്ല മന്ത്രം ഒഴിപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം. ഇതങ്ങനെ ഇങ്ങനെ പോകുന്ന പ്രേതമൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഞാനൊരു മന്ത്രം ചൊല്ലും. അത് നിങ്ങൾ എന്റെ കൂടെ ഏറ്റുപിടിച്ച് പറഞ്ഞോണം. ഓക്കെ, ഏറ്റു ചൊല്ലൂല്ലേ? ചൊല്ലിക്കോളാം. ഡുമറ ടപ്പറ ഡുമറ ടപ്പറ ഡുമറ ടപ്പറ ഡുമറ 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 ഡുമറാ. ഡുമർ ടപ്പർ ഡുമർ ടപ്പർ ഡുമർ ടപ്പർ ഡുമർ ടപ്പർ ഡുമർ 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 ഡുമാറാ. പാട്ട് മാറിപ്പോയി. ഒന്ന് ഒഴിവാക്ക്. എന്റെ ചേട്ടനല്ലേ ഇത്? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ റെഡി ആയിക്കളാം. ഒന്ന് ഒഴിവാക്ക്. പിടിക്കുക. എന്റെ കയ്യിലല്ല പിടിക്കാൻ പറഞ്ഞത്. അവന്റെ കയ്യിൽ പിടിക്കാൻ. കാടുകറി മലകറി പല ഘട്ടങ്ങളോട് നല്ല ജാപ്യം മനാദങ്ങൾ ഓടിച്ചാൽ അതും പറഞ്ഞെടുത്തു. അല്ലെങ്കിൽ കോട്ട എടുത്ത് വാൾ വെച്ച് കളിക്കാൻ പോകുമ്പോൾ തറന്നു കിടക്കുന്ന കോട്ട നമ്പർ കറൻസി നോൺ താജുബേലിൽ പോയി മേല നീ ഇങ്ങനത്തെ അങ്ങനെ വന്നു കഴിഞ്ഞ് എന്റെ മണ്ട അടിക്കാൻ പൊട്ടിക്കും കേട്ടോ. നീ പോടാ. ആരാ? നീ പോടാ. എടിയല്ലേ പോയത്? നീ പോയി. ഒഴിഞ്ഞെടുത്തുകൊണ്ട് മെസ്സി ഗോൾ അടിക്കുന്നതിനാണ് ഒറ്റ അടി അടിച്ച് നേരെ അതോ ഇറ്റാലിയൻ പോകുന്ന പ്ലെയിനകത്ത് കയറ്റി അങ്ങോട്ട്. അപ്പൊ ഇവിടെ ഇല്ല, ഇനി വരത്തില്ല. പോയോ? ഇതെന്താ പറ്റി? അയ്യേ, ഇതെന്തൊരു വേഷം? പാവാടൊക്കെ അല്ല സാറേ അതെ ഇതിനകത്തൊരു തമിഴത്തി ചത്തായിരുന്നു. ഈ പാവാടക്കകത്ത്? അല്ലല്ല റൂമിനകത്ത്. ഓ, അത് ശരി. കേറി നേത്തു അല്ല, ഞാൻ എനിക്കെന്താ പെട്ടെന്ന് ഞാൻ ഉറങ്ങിയപ്പോഴേ എനിക്ക് എന്താ സംഭവിച്ചെന്നുള്ള പെട്ടെന്ന് ഇല്ല, ചേട്ടൻ ഒന്നും പറ്റിയില്ല. സാറ് പേടിച്ചാന്ന് തോന്നുന്നു. അപ്പൊ ഇദ്ദേഹമാണ് അത് ഒഴിവാക്കിയത്. അതെന്തായാലും വലിയ കാര്യം. അല്ല, കുഴപ്പമൊന്നുമില്ല. കണ്ട് പേടിച്ചതാ. അതൊക്കെ അങ്ങ് മാറും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ല അങ്ങനെ പോയിന്ന് എനിക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ല. ഒരാളൊന്ന് റൂമിൽ കയറി മന്ത്രവാദി ഒന്ന് റൂമിൽ കയറണം. അപ്പൊ ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടി ഞാൻ അകത്ത് കയറി ഞാൻ നോക്കാം. അപ്പം എന്റെ കൂടെ ആരാ കൂടെ? ഞാൻ പോലും എനിക്ക് പിന്നെ കൂടുന്നു, എനിക്ക് പേടിയാ. അവിടെ ഒന്നുമില്ല, ഇല്ല, ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. ഒരു കാര്യം ചെയ്യും, ചേട്ടനെ തന്നെ വിടും. അപ്പൊ ചേട്ടന്റെ ആ പേടി അങ്ങ് മാറും. ചെല്ലേട്ടാ പേടി മാറി. ഞാനില്ല നിൽക്കുന്നത് ചുട്ട കോഴി ഇക്കിടുകിട പിറപ്പിക്കുന്ന പാതാളം ഭൈരവനാണ്. എന്റെ കൂടെ വാ. ഞാൻ പോവാം. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളല്ലേ ചെല്ലി. ഒന്നും പേടിക്കട്ടെന്ന് ഞാനില്ലേ. എങ്ങനെയുണ്ട് പാതാളം വന്നിട്ട്? സംഭവല്ലേ ഈ ഗുമ്മരിട്ടപ്പറൊക്കെ പാടിയിട്ട് ബാധ പോന്ന് പറഞ്ഞ ഭയങ്കര സംഭവം. ബാധ ഒഴിപ്പിക്കലല്ല, ആളുകൾ ഒഴിപ്പിക്കും ഈ പാട്ട്. ഞങ്ങളുടെ അരയങ്കാവുമ്പലത്തിൽ ഇത്തവണ ഉത്സവത്തിന് ഗാനമേള ഉണ്ടായിരുന്നല്ലോ. ഗാനമേളക്കാർ രണ്ടുപേരും വന്ന് നിന്നിട്ട് ഒരു 19,000 ആൾക്കാരുണ്ട്. ഈ ഗുമ്മരിട്ടപ്പുറ പാടി പകുതിയായപ്പോ തന്നെ ആളെല്ലാം ഒഴിഞ്ഞു പോയി. അതെ, നിർത്തിക്കേ. ഇതാരാ ഇത്? കാഞ്ചന 1. അപ്പൊ താനോ? കാഞ്ചന 2.